ബിജെപിയുടെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. ആ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരും. ബിജെപിയുടെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ആരൊക്കെയാണ് ആ പട്ടികയിൽ ഇടം പിടിച്ചത് എന്ന് നോക്കേണ്ടതുണ്ട്. ഗൗതമിലേക്ക്. ഗൗതം, പട്ടികയിൽ ആരൊക്കെ? കൃഷ്ണരാജ്, അങ്ങനെ വലിയ ആകാംക്ഷയ്ക്ക് ഒടുവിൽ ഇപ്പോൾ ബിജെപിയുടെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിതിൻ നബീൻ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ടീമിൽ ആരൊക്കെയാകും ഉണ്ടാകുക എന്നെ സംബന്ധിച്ചുള്ള വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. എന്തായാലും വലിയ ചർച്ചകൾക്ക് ഒടുവിലാണ് ബിജെപിയുടെ ദേശീയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ദേശീയ ഉപാധ്യക്ഷന്മാർ 13 പേരാണ്. നേരത്തെ 11 പേരായിരുന്നു ദേശീയ ഉപാധ്യക്ഷന്മാരുണ്ടായിരുന്നത്. അത് 13 പേരുണ്ട്. ഒപ്പം ദേശീയ ജനറൽ സെക്രട്ടറിമാർ 8 പേരാണ്. ആദ്യം ആ ദേശീയ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടിക വായിക്കാം. വിനോദ് താവ്ഡെ, അദ്ദേഹം നിലവിലെ ജനറൽ സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹം ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയായി തുടരും. സുനിൽ ബൻസാൽ നിലവിൽ ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി തുടരുകയാണ്. ഒപ്പം ബിപ്ലബ് കുമാർ ദേവിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ത്രിപുരയുടെ മുൻ മുഖ്യമന്ത്രിയാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ സജീവമാവുകയും ഹരിയാനയുടെ സംഘടനാ ചുമതലകൾ വഹിച്ചിരുന്ന ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേവ് ഇപ്പോൾ ബിജെപിയുടെ ദേശീയ ഭാരവാഹി പട്ടികയിലേക്ക് എത്തുന്നു. അത് വലിയ ചില സന്ദേശങ്ങൾ നൽകുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം സ്മൃതി ഇറാനി, വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ്. സ്മൃതി ഇറാനി ബിജെപിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പട്ടികയിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം ദേശീയ തലത്തിൽ തന്നെ ബിജെപിയുടെ ഒരു തീപ്പൊരി വനിതാ മുഖമാണ് സ്മൃതി ഇറാനി. ഇപ്പോൾ സംഘടനാ തലത്തിലേക്ക്, അതായത് നേരത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തും കേന്ദ്രമന്ത്രിയായൊക്കെ സ്മൃതി ഇറാനി തിളങ്ങിയിരുന്നു. ഇപ്പോൾ ബിജെപിയുടെ വളരെ പ്രധാനപ്പെട്ട സംഘടനാ ചുമതലയിലേക്ക് സ്മൃതി ഇറാനി എത്തിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം സതീഷ് പൂനിയ, രാജസ്ഥാനിൽ നിന്നുള്ള സതീഷ് പൂനിയ, ഗജേന്ദ്ര പട്ടേൽ, ഹരീഷ് ദ്വിവേദി, സഞ്ജയ് ഭാട്ടിയ എന്നിങ്ങനെ 8 ദേശീയ ജനറൽ സെക്രട്ടറിമാരാണ് ഈ പുതിയ പട്ടികയിലുള്ളത്. ഇനിയും ദേശീയ സെക്രട്ടറിമാരുടെ പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് അനിൽ ആൻ്റണി, നമുക്കറിയാം അനിൽ ആൻ്റണി നിലവിൽ ബിജെപിയുടെ ദേശീയ സെക്രട്ടറി തന്നെയാണ്. അദ്ദേഹം ആ പദവിയിൽ തുടരുന്നു എന്നതാണ്. മറ്റാരും നാഷണൽ സെക്രട്ടറിമാരിൽ കേരളത്തിൽ നിന്ന് ഇത്തവണ വന്നിട്ടില്ല. ആരൊക്കെയാണ് ഈ 16 ദേശീയ സെക്രട്ടറിമാർ എന്നതെന്ന് വളരെ പരിശോധിക്കാം. ഒന്ന് കവിത പാട്ടീന്ദാർ മധ്യപ്രദേശിൽ നിന്ന്. ഒപ്പം കെ സുരേന്ദ്രനുണ്ട്. കെ സുരേന്ദ്രൻ ബിജെപിയുടെ ദേശീയ സെക്രട്ടറിയായി വരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ ഘടകം. അനിൽ ആൻ്റണിയും ദേശീയ സെക്രട്ടറിയായി നേരത്തെ ആ പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബിജെപിയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രനെയും ഇപ്പോൾ ദേശീയ സെക്രട്ടറിയായി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം കേരളത്തിൽ ബിജെപിയുടെ സംഘടനാ പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്താണ് കേരളത്തിൽ ബിജെപിക്ക് വലിയ നേട്ടങ്ങൾ അടുത്ത കാലത്ത് രൂപപ്പെട്ടത്. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിരുന്നു. തൃശ്ശൂരിൽ ആദ്യമായി താമര വിരിഞ്ഞുവെന്ന് മാത്രമല്ല, പിന്നീട് 2026 അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 MLA-മാരെ കിട്ടുന്നതിലേക്ക് സംഘടനയെ വളർത്തിയെടുത്തത് കെ സുരേന്ദ്രൻ്റെ കാലത്തെ 5 വർഷക്കാലത്തെ ചിട്ടയായ പ്രവർത്തനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സാഹചര്യത്തിലാണ് ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനെ ഇപ്പോൾ ഡൽഹിയിലേക്ക്, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ബിജെപിയുടെ ദേശീയ നേതൃത്വം ക്ഷണിക്കുകയാണ്. അങ്ങനെ ദേശീയ സെക്രട്ടറിമാർ കേരളത്തിൽ നിന്നും 2 പേരാണ്. നേരത്തെ അനിൽ ആൻ്റണിയുടെ പേര് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ JP നഡ്ഡയുടെ ടീമിലും ദേശീയ സെക്രട്ടറിയായി ആ പദവിയിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന കേരളത്തിലെ ബിജെപിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം, അദ്ദേഹത്തെയും ദേശീയ ഭാരവാഹികളുടെ പട്ടികയിലേക്ക് ബിജെപി ദേശീയ നേതൃത്വം ഉൾപ്പെടുന്നു. അപ്പോൾ വലിയ ചില സന്ദേശമാണ് നൽകുന്നത്. കാരണം കേരളത്തിൽ സംഘടനയുടെ വളർച്ച, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തിയ തിളക്കമാർന്ന വിജയം, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മികച്ച പ്രകടനം, പ്രത്യേകിച്ച് ലോക്സഭയിലേക്ക് ബിജെപി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി താമര വിരിക്കുകയും സുരേഷ് ഗോപിയെ അവിടേക്ക് അയക്കുകയും ചെയ്തു. മാത്രമല്ല ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ, പത്തനംതിട്ട തുടങ്ങി വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബിജെപിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചും കെ സുരേന്ദ്രൻ കേരളത്തിൽ സംഘടനാ രംഗത്ത് നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ സ്വദേശ് സിംഗ്, അതോടൊപ്പം തന്നെ റോഹൻ ഗുപ്ത, ജയ്പ്രകാശ്, ബോഹൽ സിംഗ് തുടങ്ങി 16 ദേശീയ സെക്രട്ടറിമാരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ്. ഒപ്പം ദേശീയ ഉപാധ്യക്ഷന്മാരുടെ പട്ടിക കൂടി നമുക്ക് വളരെ
പെട്ടെന്ന് ഒന്ന് പരിശോധിക്കാം. വസുന്ധര രാജ സിന്ധ്യയെ ദേശീയ ഉപാധ്യക്ഷയായി തന്നെ തുടരും. നിലവിൽ വസുന്ധര രാജ സിന്ധ്യ BJPയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. താരാട്ട് സിംഗ് റാവത്ത്, അതോടൊപ്പം തന്നെ റാം മാധവ്, അദ്ദേഹത്തിൻ്റെ പേരും ഇപ്പോൾ ദേശീയ ഉപാധ്യക്ഷന്മാരുടെ പട്ടികയിലേക്ക് വരുന്നുണ്ട്. ബൈജയന്ത് പാണ്ഡ, നേരത്തെ ഒഡീഷയിൽ നിന്ന് ബിജു ജനതാദളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് BJPയിലേക്ക് വന്ന ബൈജയന്ത് പാണ്ഡ നിലവിൽ ദേശീയ ഉപാധ്യക്ഷൻ തന്നെയാണ്. അദ്ദേഹത്തെ ആ പദവിയിൽ തുടരുകയാണ്. പുരന്ദരേശ്വരി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള, നമുക്കറിയാം ആന്ധ്രാപ്രദേശിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു. ഒപ്പം കോൺഗ്രസിൽ നിന്നാണ് പുരന്ദരേശ്വരി BJPയിലേക്ക് എത്തിയത്. പുരന്ദരേശ്വരിയെ ഇപ്പോൾ ദേശീയ ഉപാധ്യക്ഷയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. രേഖാ വർമ്മ നിലവിൽ ദേശീയ ഉപാധ്യക്ഷയാണ്. രേഖാ വർമ്മയും ഈ പട്ടികയിലുണ്ട്. ഒപ്പം ഭാവിനി പവാർ ആണ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ഭാരതി പ്രവീൺ പവാർ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ്, ദേശീയ ഉപാധ്യക്ഷ പട്ടികയിൽ ഉണ്ട്. ലാൽ സിംഗ് ആര്യ, ഒപ്പം M നാഗരാജ്, താരിഖ് മൻസൂർ തുടങ്ങി 13 അംഗ ദേശീയ ഉപാധ്യക്ഷ പട്ടിക കൂടി ഈ ദേശീയ ഭാരവാഹികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ 13 അംഗ നാഷണൽ വൈസ് പ്രസിഡന്റുമാർ, അതോടൊപ്പം തന്നെ 8 ജനറൽ സെക്രട്ടറിമാരും 16 ദേശീയ സെക്രട്ടറിമാരും അടങ്ങുന്ന പട്ടികയാണ് BJPയുടെ ദേശീയ നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. കൃഷ്ണരാജ്, ഗൗതം, അനിൽ ആന്റണി, കെ സുരേന്ദ്രൻ. ഇപ്പോൾ അനിൽ ആന്റണി നേരത്തെ ദേശീയ സെക്രട്ടറിയാണ്. കെ സുരേന്ദ്രൻ്റെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, സജീവമാകൽ, അതിനെ എങ്ങനെ കാണണം? അതായത് കൃഷ്ണരാജ്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് അനിൽ ആന്റണിയും കെ സുരേന്ദ്രനുമാണ് കേരളത്തിൽ നിന്നും ഈ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്ന 2 പേര്. കെ സുരേന്ദ്രൻ നമുക്കറിയാം കേരളത്തിൽ BJPയുടെ സംഘടനാ പ്രവർത്തനം ഇന്ന് കാണുന്ന രീതിയിൽ സുശക്തമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തന രംഗത്തെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലൂടെയൊക്കെയാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കെ സുരേന്ദ്രൻ എന്ന പേര് ഉയർന്നു കേൾക്കുന്നത് തന്നെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി അദ്ദേഹം എത്തുന്ന ഘട്ടത്തിലാണ്. യുവമോർച്ചയുടെയും പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുശക്തമായി തുടങ്ങിയത് കെ സുരേന്ദ്രൻ യുവജന സംഘടനയുടെ അധ്യക്ഷനായിരിക്കുന്ന കാലത്താണ്. അതിനുശേഷം ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിവിധ സമരങ്ങൾ ഏറ്റെടുക്കുകയും കേരളത്തിൻ്റെ ഒരു യുവമുഖമായി, പോരാട്ടത്തിൻ്റെ മുഖമായി കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് തന്നെ സ്വന്തം മേൽവിലാസം രൂപപ്പെടുത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് അദ്ദേഹം BJPക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള സംഘടനാ വേരുകൾ ഇല്ലാതിരുന്ന കാലത്ത് തന്നെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇരു മുന്നണികൾക്കും വലിയ ഭീഷണിയായി അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് അദ്ദേഹം മത്സരിക്കുന്ന വേളയിൽ, പ്രത്യേകിച്ച് 2016 കേവലം 85 വോട്ടുകൾക്ക് മാത്രമാണ് അദ്ദേഹത്തിന് വിജയം നഷ്ടമായത്. മഞ്ചേശ്വരത്ത് പല കാലയളവുകളിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊപ്പം ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2018 ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുവന്ന് അവിടെ ആചാരലംഘനത്തിന് പിണറായി സർക്കാർ കളമൊരുക്കുന്ന വേളയിൽ ഭക്തർക്കൊപ്പം നിന്ന് അതിനെ പ്രതിരോധിക്കുവാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരായി, അല്ലെങ്കിൽ ഒരു പ്രതിരോധത്തിൻ്റെ, ഇത്തരം ധാർഷ്ട്യങ്ങൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ മുഖമായി ഒക്കെ കെ സുരേന്ദ്രൻ മാറിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന വേളയിൽ പത്തനംതിട്ട പോലെ അന്ന് BJPക്ക് കാര്യമായ വോട്ട് വിഹിതം ഇല്ലാതിരുന്ന ഒരു മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ഇരു മുന്നണികളെയും പ്രതിരോധത്തിലാക്കിയ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറിയിരുന്നു. പിന്നീട് വയനാട്ടിൽ മത്സരിക്കുന്ന വേളയിലും കഴിഞ്ഞ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ വോട്ട് വിഹിതം വലിയ തോതിൽ എല്ലാ മണ്ഡലങ്ങളിലും വർദ്ധിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചും ഒപ്പം അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു. മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടം, മികച്ച വിജയം, അതിനെല്ലാം വഴിതെളിക്കുന്ന രീതിയിലുള്ള അടിത്തറയിടുന്ന പ്രവർത്തനങ്ങൾ കെ സുരേന്ദ്രൻ്റെ
ഭാഗത്ത് നിന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിതിൻ നബീൻ നയിക്കാൻ പോകുന്ന ടീമിലേക്ക് കെ സുരേന്ദ്രനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ ഭാരവാഹി പട്ടികയിലേക്ക് കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരുടെ ആവേശമായ കെ സുരേന്ദ്രനെ ആ പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം അനിൽ ആന്റണി, നമുക്കറിയാം അദ്ദേഹം ബി.ജെ.പിയിലേക്ക് എത്തുന്ന വേളയിൽ തന്നെ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് വളരെയധികം താല്പര്യമുള്ള അല്ലെങ്കിൽ വിവിധ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ജെ.പി. നഡ്ഡയുടെ ടീമിൽ തന്നെ ദേശീയ സെക്രട്ടറി ആയിരുന്നു. അതോടൊപ്പം തന്നെ ദേശീയ വക്താക്കളുടെ മീഡിയ വക്താക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഒപ്പം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളുടെ പ്രഭാരി കൂടിയായിരുന്നു അനിൽ ആന്റണി. അപ്പോൾ ജെ.പി. നഡ്ഡ നയിക്കുന്ന ടീമിൽ തന്നെ വിവിധ ചുമതലകൾ, ദേശീയ സെക്രട്ടറി എന്നതിനൊപ്പം ദേശീയ വക്താവ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മിസോറാമിൻ്റെയും പിന്നീട് മേഘാലയയുടെയും നാഗാലാൻഡിൻ്റെയും ചുമതലകൾ അനിൽ ആന്റണി വഹിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം മുൻപും ദേശീയ ചുമതലകൾ വഹിച്ചതാണ്. ഇപ്പോൾ പുതിയ ടീമിൽ നിതിൻ നബീൻ നയിക്കുന്ന ടീമിനകത്തും ഈ കൃത്യമായി തന്നെ അനിൽ ആന്റണി ഇടം പിടിച്ചിരിക്കുകയാണ്. അദ്ദേഹം ദേശീയ സെക്രട്ടറി എന്ന പദവിയിൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 16 ദേശീയ സെക്രട്ടറിമാരുടെ പട്ടികയ്ക്കകത്താണ് ഇപ്പോൾ കെ സുരേന്ദ്രനും അനിൽ ആന്റണിയും ഇടം പിടിച്ചിരിക്കുന്നത്.